ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മളിന്ന് 2 പിറന്നാൾ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്നൊരാളുടെ പിറന്നാൾ ബാക്ക് ടു ബാക്ക് ആയിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മുന്നയുടെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. മുന്ന സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫിസിയോതെറപ്പി സൂപ്പറായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെക്കൻഡ് സ്റ്റേജ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, വിനി ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മനുവിനെയും കൊണ്ട് ഫിസിയോതെറപ്പിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആരാണ് സഹായിക്കാറുള്ളത്, എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ആരും സഹായിക്കാറില്ല. ഞാൻ തന്നെയാണ് അവനെ കൊണ്ടുപോകുന്നതും ഞാൻ തന്നെയാണ് കൊണ്ടുവരുന്നതും. ആ ഒരു ഡെഡിക്കേറ്റഡ് 1 മണിക്കൂർ ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. അവരുടെ ട്രെയിനറുടെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. പല എക്സസൈസും ഇപ്രാവശ്യം സെക്കൻഡ് സ്റ്റേജിൽ എനിക്ക് വളരെ എളുപ്പം എന്ന് തോന്നി, പക്ഷേ അതവൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ് ആ ഒരു ഒറ്റക്കാലിൽ ആ ഒരു ബോൾ ഇങ്ങനെ തലയുടെ അവിടേക്ക് പൊക്കി നിൽക്കുന്നത് എളുപ്പമാണെന്ന്. പക്ഷെ അവൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇത്രയ്ക്കും എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് വലുതായിട്ട് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് സ്റ്റേജിൽ മോൻ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് ശരിക്കും കണ്ടു. പക്ഷേ ട്രെയിനറുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ട്രെയിനറാണ് പറഞ്ഞത് അതങ്ങനെ വേണം, അങ്ങനെ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പോർട്സ് ഇഞ്ചുറി ആയതുകൊണ്ട് ആ സ്പോർട്സ് ട്രെയിനിങ് ഫിസിയോതെറപ്പി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബാൻഡ് പോലെ വലിച്ചിട്ട് അവനെ അവിടെ ഇരിക്കാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കാല് വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവൻ അത് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാം, നിങ്ങൾ ആ സ്ട്രഗിൾ കാണണമെന്നില്ല എന്ന്. പക്ഷേ എന്നാലും അവനൊരു സപ്പോർട്ടീവായിട്ട് ഞാൻ അവിടെ നിൽക്കണമെന്ന് അവൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ അതുകൊണ്ട് അവൻ്റെ ആ ഒരു വിഷമം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവനെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ തന്നെ നിന്നു. പിന്നെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടും ചെയ്യണം. അപ്പോൾ ഞാൻ അവന് എന്ത് സപ്പോർട്ട് കൊടുക്കണമെന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ് സെക്ഷനിൽ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജോലിയിൽ ഞാൻ പ്രയോറിറ്റി ആയിട്ട് ഞാൻ എൻ്റെ ജോലി സമയം എക്സ്ട്രാ ചെയ്താലും അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. ഈ ഒരു എക്സസൈസ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ചുമരിനെ പിടിച്ചിട്ട് ഒരു കാലിലേക്ക് ഒരു ഡബ്ബയുടെ ഒരടപ്പിനെ അങ്ങോട്ട് നീക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സംഭവം നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഇവിടെ അവൻ അയ്യോ അമ്മേന്ന് അവൻ വിളിച്ചു പോയി വായുകൊണ്ട്, അത്രയും അവന് സ്ട്രെയിൻ വന്നു. അപ്പോൾ എന്താ പറയുക, ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു എക്സസൈസ് മാത്രം ഇവിടെ വന്ന് ചെയ്താൽ മതി, വീട്ടിൽ ചെയ്യണ്ട, എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണാൻ എളുപ്പം പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് സ്റ്റേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിറ്റ്നസ് ചെയ്തതിൽ കുറച്ചും കൂടി കാഠിന്യം കൂടിയിട്ടുള്ള ലെവലിലേക്കായിരുന്നു. അവരതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ആൻഡ് അവരുടെ അഭിപ്രായം വെച്ചിട്ട്, ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഹീ ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. അത് 3 ആഴ്ചയായി ഇപ്പം നമ്മുടെ സർജറി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ ആ 3 ആഴ്ചയ്ക്ക് അവൻ സൂപ്പർ റിക്കവറി ആണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് അവൻ്റെയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നത് വീട്ടിലേക്ക് വന്ന് ഒരു കേക്ക് കട്ടിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ കിച്ചാപ്പൂവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു 21-ാം തീയതി. അപ്പോൾ ആൾക്ക് 13 വയസ്സായി. പക്ഷേ ഇത്രയും ബേബി ആയിട്ടുള്ള ഒരു കേക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടി ചെറുപ്പം മുതലേ ഈ കുട്ടി എപ്പോഴും എന്നെ മമ്മ ഡക്കി എന്നാണ് വിളിക്കുക. അമ്മ താറാവായിട്ടുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ നീ ആരാണ്ടാന്ന് ചോദിച്ചാൽ പറയും, ഞാൻ യെല്ലോ കളർ ഡക്കാണ്, അമ്മയുടെ യെല്ലോ കളർ ഡക്കാണ്, അമ്മയുടെ ചിറകിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഡക്കാണ് എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഇപ്രാവശ്യം 13-ാമത്തെ വയസ്സിൽ ടീനേജിലേക്ക് കിടക്കുമ്പോൾ അമ്മ താറാവ് അവന് വേണ്ടിയിട്ട് ഒരു താറാവിൻ്റെ കേക്ക് തന്നെ ഉണ്ടാക്കി അവിടെ വാങ്ങിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആശാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവനോട് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, മനുവട്ടയ്ക്ക് എല്ലാം ശരിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ട് നിനക്കിഷ്ടമുള്ള സംഭവം, ഇത്ര ദിവസവും വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇഷ്ടമുള്ള സംഭവം നമുക്ക് മനുവട്ടയ്ക്ക് എല്ലാം റെഡിയായിട്ട് നമുക്ക് പോവാട്ടോ എന്നുള്ളത്. അപ്പോൾ മനുവിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം ചെയ്തു വെച്ചു. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് എന്താണ് ഇനിയും അവൻ താഴത്തേക്ക് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ നമ്മുടെ കിച്ചാപ്പൂവിൻ്റെ പിറന്നാളല്ല, ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ
മനുവിനെ കൊണ്ടുപോയി ഫിസിയോതെറപ്പി ചെയ്ത് തിരിച്ചു വന്ന് കേക്ക് കട്ടിപ്പിച്ച് കിച്ചാപ്പൂനെ കൊണ്ട് കേക്ക് കട്ടിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഓർഡേഴ്സിനും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയേ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്കും ആവശ്യത്തിനും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കിയേ. അപ്പോൾ ഒന്നും സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ അല്ല, നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു. മട്ടയരിച്ചോറ്, ക്യാബേജ് ഉപ്പേരി, അതേമാതിരി തന്നെ ചീരത്തോരൻ, ചെറുപയർ മെഴുക്ക് വരട്ടി അല്ല, ചെറുപയർ പുഴുക്ക്, അതേമാതിരി ബീൻസ് മെഴുക്ക് വരട്ടി, പിന്നെ സുക്കിനി ഇട്ടിട്ട് ഞാനൊരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് പുളിശ്ശേരി. പിന്നെ നമ്മുടെ എന്താണ് പറയുക, താമരവളയം, കയ്പ്പയ്ക്ക എല്ലാം കൂടിയിട്ടുള്ള കൊണ്ടാട്ടമില്ലേ, അത് അമ്മ എപ്പോഴും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ കൽപ്പാത്തിയിൽ, അതേമാതിരി തന്നെ എന്താണ് കൊടുവായൂർ ഗ്രാമത്തിൽ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വരിക. അപ്പോൾ അതിൻ്റെ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എന്താണോ ക്ലയൻറ്റ് ചോദിച്ചത് അത് തന്നെയാണ് നമ്മൾ വീട്ടിലേക്കും പൊതുവെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ തന്നെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം നല്ല ഹെവി ആയിട്ടുള്ള ഈവൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ അതെല്ലാം കഴിച്ച് തീർത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ഞാൻ പോയി. അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ മനുവിൻ്റെ നാൾ പ്രകാരമുള്ള പിറന്നാളായിരുന്നു. അവൻ കർക്കിടക മാസത്തിലെ മകീരമാണ് നക്ഷത്രം. അപ്പോൾ നാൾ പ്രകാരമുള്ള ഇതിന് അവൻ്റെ ഓൺലൈൻ ക്ലാസ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവൻ്റെ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവൻ ഓൺലൈൻ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രീ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് 12:30 to 1:30 മാത്രമാണ് അവരുടെ ലഞ്ച് ബ്രേക്ക് ടൈം. അപ്പോഴത്തേക്കും എനിക്ക് ആയിരിക്കണം ഫുഡ്, അതാണ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ ഫുൾ സദ്യ തന്നെ ഉണ്ടാക്കി. അതായത് എല്ലാ അവനിഷ്ടമുള്ള എല്ലാ സദ്യ വിഭവത്തിലെല്ലാം ഉണ്ടാക്കി. അവിയലോലൻ, കറി, കാളൻ, പച്ചടി, എന്താണ് പറയുക, അടപ്രഥമൻ, ചോറ്, പപ്പടം, സാമ്പാർ. അപ്പോൾ അവനെന്താണ് ഇഷ്ടം, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 12 മണിയായപ്പോൾ അവൻ പതുക്കെ താഴെ വന്നു. എന്നിട്ട് നമ്മൾ വിളക്കത്ത് വിളമ്പി. അപ്പോൾ വിളക്കത്ത് വിളമ്പി അവൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഞാൻ കറക്റ്റായിട്ട് അവനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 12:20 ആയപ്പോഴേക്കും തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി കറക്റ്റാക്കി വെച്ചു. വിളക്കത്തൊക്കെ വിളമ്പി കറക്റ്റാക്കി വെച്ചു. അവൻ വന്നതും പൂജ കഴിക്കുക, അത് കഴിഞ്ഞിട്ട് വിളക്കിൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് അവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ടാർഗറ്റ് തന്നെയായിരുന്നു എനിക്ക്. അവനാണെങ്കിൽ സദ്യപ്രേമിയാണ്. കിച്ചാപ്പൂനെ പോലെയേ അല്ല, അവൻ എല്ലാ പച്ചക്കറിയും കഴിക്കും. അതുമാത്രമല്ല, അവൻ ഈ സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഇലയിൽ ഉണ്ണുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇതുപോലെ ഒരു സംഭവമില്ല. നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം തോന്നും. ഇത്രയും മെനക്കെട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. നേരെ മറിച്ച് മനുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ടെൻഷനില്ല. സദ്യ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഒരാളുടെ പിറന്നാളും ഇന്നൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ആഘോഷിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.